വായിക്കുമ്പോൾ നമ്മളൊരു വായിച്ച് പരിചിതമായ പ്രേമകഥകൾ തീർത്തും വിഭിന്നമാണ് ബാല്യകാലസഖി. അതിന് നമ്മൾ കരുണയെ പറ്റി നമ്മൾ അതിനെപ്പറ്റി മറ്റു പറഞ്ഞില്ല. അതിന് മജീദിന്റെ കാലിലൊരു മുള്ളു കൊണ്ടിട്ട് മജീദ് ഞാനിപ്പോൾ ചത്തുപോകും ഒരു സൂര്യനും ഇതിന് രംഗമുണ്ട്. അപ്പോൾ സുഹറ പോയിട്ട് ആ ചലം ഒഴുകുന്ന കാലിൽ ഒരു ഉമ്മ വെക്കുന്ന ഒരു രംഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരിക്കലും ഒരു ചലം വെക്കുന്ന ഒരു കാൽ ഉമ്മ വെക്കാൻ പറ്റുമെന്ന് അതിശയിക്കും. പക്ഷേ അത് ബഷീറിന് മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ ലുക്കോബാക്ക ഒരു ആനയുണ്ടാകുന്ന ഒരു പുതിയ കുഞ്ഞു പാത്തുമ്മ കുറച്ച് ദിവസം പനിയായി കിടന്നിട്ട് ആരോ കല്യാണം കഴിക്കുന്ന ഒരു ആദിയിൽ കിടക്കണമല്ലോ. അപ്പോൾ നിസാർ മുഹമ്മദിന്റെ ബാപ്പ വന്നിട്ട് വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെളിച്ചത്തിന് എന്ത് തെളിച്ചം, വെളിച്ചത്തിന് എന്ത് തിളക്കം എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എഴുതാൻ ബഷീറിന് മാത്രമേ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ബഷീർ എന്ന എഴുത്തുകാരൻ നമ്മളെ ഹൃദയത്തെ കീഴടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏത് രചനകളും ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഒരു ജാതി വ്യവസ്ഥയിലൊക്കെ അധിഷ്ഠിതമായ പല പ്രശ്നങ്ങളുള്ള കാലത്ത് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ ബഷീറിന്റെ രചനകൾ വേറിട്ട് നിർത്തി ഇന്നത്തെ തലമുറക്ക് ഒരു പഠന വിഷയമാണ് ബഷീറിനെ വിഷയിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴത്തെ ആൾക്കാർക്ക് ഇന്ന് സങ്കല്പിക്കുന്നൊരു ജീവിതമാണ് നമുക്ക് ഇന്ന് അത്രത്തോളം നമ്മൾ ഡെവലപ്ഡായി. പക്ഷെ പണ്ടൊന്നും അല്ലായിരുന്നു. നമ്മുടെ ഒരു ഭരണ വ്യവസ്ഥയൊക്കെ വളരെ തീവ്രമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരാണ് ബഷീർ. ഇപ്പൊ നമ്മള് തകഴി എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ തകഴി എന്ന എഴുത്തുകാരനെ യാത്ര ചെയ്ത് പറഞ്ഞപ്പോൾ കുട്ടനാട്ടിലും ആലപ്പുഴയിലൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെയുള്ള നമ്മുടെ മറ്റു പല എഴുത്തുകാരും അവരവരുടെ ദേശത്ത് മാത്രമായിരിക്കും അവരുടെ യാത്രകൾ വ്യാപിച്ചെടുക്കുന്നത്, അവരുടെ അനുഭവങ്ങൾ വ്യാപിച്ചെടുക്കുന്നത്. പക്ഷെ ബഷീറിന്റെ അനുഭവങ്ങൾ പരിധിയില്ലാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത് ലോകപരിചയം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു എഴുത്തുകാരന്റെ അനുഭവത്തെ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബാല്യകാലസഖിയെ പറ്റി വായിച്ചിട്ട് ഒരു അനുഭവം കൂടി പറയുകയാണ്. നമ്മൾ ബാല്യകാലസഖി ആദ്യമായിട്ട് എഴുതിയപ്പോൾ 500 പേജ് ഉണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. 500 പേജ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതായത് 30-ാം വയസ്സാണ് ബാല്യകാലസഖി എഴുതുന്നത് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ബാല്യകാലസഖി പുറത്തിറങ്ങുന്നത് ബഷീർ 34-ാം വയസ്സാണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന് 4 വർഷം എടുക്കുക ആ പുസ്തകം ഇറങ്ങാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതില് 500 പേജിലെ പുസ്തകം നമ്മുടെ വായനക്കാർ കിട്ടുമ്പോൾ 74 പേജായിരുന്നു. അപ്പൊ അതാണ് ഒരു എഴുത്തുകാരന്റെ ക്രാഫ്റ്റ് എന്ന് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെപ്പോൾ ആൾക്കാർ പഠിക്കേണ്ട ഒരു കാര്യം, നാളെ പ്രസിദ്ധീകരിക്കണം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കണം വിചാരിച്ച് നടത്തുന്ന ആളുകൾ ഒരു റോൾ മോഡലാണ് വൈക്കുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്തു വീണ്ടും എഡിറ്റ് ചെയ്തു അവസാനം 500 പേജിലെ പുസ്തകം 74 പേജിൽ ഇറക്കിയപ്പോൾ അതൊരു വളരെ മികച്ചൊരു ദുരന്ത കഥയാണെന്ന് പോലും ഒരു വളരെ മികച്ചൊരു സൃഷ്ടിയാണ്. പക്ഷേ ഏറ്റവും മികച്ച സൃഷ്ടി ബാല്യകാലസഖിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു.